ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു എളുപ്പത്തിൽ ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്താലോ? കുട്ടികൾക്ക് സ്കൂളിലേക്കായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നമുക്ക് വേഗം തന്നെ നമ്മൾ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ഒരു 250 ഗ്രാം ചിക്കനിലേക്ക് ഇത്തിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ചേർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു മുട്ട, ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം അപ്പം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ്റെ ആ ഒരു മിക്സാണിത്. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരുവേ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ഓണിയൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, അടച്ചു വെച്ചാൽ സ്റ്റീമിൽ തന്നെ അത് കുക്കായിട്ട് കിട്ടും. ഒരു 3/4 ഭാഗമൊക്കെ കുക്കായിട്ട് വന്നാൽ മതി. പിന്നീട് ഇത് റൈസ് കൂടി ചേർക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകമായിട്ട് വന്നോളും. ഇത്തിരി സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറേ സോസേജിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന്. ഒരു പാനിലേക്ക് ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മുട്ടയൊന്ന് ചിക്കി എടുക്കാനായിട്ട്. ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസും ഒരിത്തിരി വിനിഗർ, പുളി ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇന്ന് ഈവൻ ആയിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ചെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് കുക്ക് ചെയ്ത് ചൂടൊന്ന് മാറ്റിയതിന് ശേഷമാണ് മിക്സ് ആക്കി എടുക്കുന്നത്. ഇത്തിരി സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവിച്ച ഉടനെ തന്നെ ചൂടോട് കൂടി ചേർത്തിട്ട് ഇളക്കരുത്, നമുക്ക് കുഴഞ്ഞു പോകും. അപ്പം ചോറ് ഇങ്ങനെ വെവ്വേറെ വേണം കിടക്കാനായിട്ട് ഫ്രൈഡ് റൈസിന്. അപ്പം ചോറ് വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത് വരുമ്പോഴത്തേക്കും ചേർത്ത് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും ചോറ് കുഴഞ്ഞു പോകത്തില്ല. ഫൈനലി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 15 to 20 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഒന്ന് പാകമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.